ഹലോ, എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ പങ്കെടുക്കുന്നവർ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം ഈ 3 കാര്യങ്ങളും ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള ഏതൊരു ബോട്ടിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബേസ് കോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു warli ആർട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ അറിയാത്തവർക്കായാലും കുട്ടികൾക്കായാലും ഏറ്റവും എളുപ്പത്തിൽ വരച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. കുറേ പേര് സിമ്പിൾ ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. 2 കളർ പെയിന്റ് ആണ് നമുക്കിതിന് ആവശ്യം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റും ബ്ലാക്കുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കാം. 2 കോട്ട് പെയിന്റ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 കോട്ട് പെയിന്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ് വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ബ്രഷിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടോ. അതാണ് നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ വരാത്തത്. അപ്പോൾ കുറേ പേര് എന്നോട് ബ്രഷിലത്തെ പെയിന്റ് എങ്ങനെ കളയാമെന്ന് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കണ്ടത് വിനാഗിരിയിൽ ബ്രഷ് കുറച്ച് നേരം മുക്കി വയ്ക്കാനാണ്. അതേപോലെ ചെയ്ത് നോക്കി. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, പെയിന്റൊന്നും ഇളകി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു, വിനാഗിരി ചൂടാക്കിയിട്ട് അതിൽ നമ്മുടെ ബ്രഷ് മുക്കി വയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചെയ്തു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ബ്രഷിൻ്റെ തുമ്പത്തതൊക്കെ വളഞ്ഞു പോയി. 2-3 ബ്രഷിൻ്റെ സാധനം ഊരിപ്പോന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോന്നു. എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പം ഇനി ഈ ബ്രഷൊക്കെ ഇനി 2ാമത് വാങ്ങണം. എൻ്റെ ഒരു ആകെ 5-6 ബ്രഷ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ അതെല്ലാം കൂടി മുക്കി വയ്ക്കുകയും ചെയ്തു. അപ്പം ആരും ഈ ഒരു അബദ്ധം ഇനി ചെയ്യരുത് കേട്ടോ. ചൂടാക്കിയിട്ടൊന്നും ആരും മുക്കി വയ്ക്കരുത്. ആർക്കും ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ശരിയല്ലാത്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇത് മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഞാൻ ബ്ലാക്ക് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് warli ബോട്ടിൽ ആർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഇപ്പം അധികം വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആരും പോകില്ല കേട്ടോ. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള ഡ്രൈഡ് പിക്ചേഴ്സ് ഉണ്ട്.
അപ്പോൾ ഇത് അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, മെയിൽ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ്, ഇതിൽ ഏതിലേക്കെങ്കിലും അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. പിക്ചേഴ്സ് അയച്ചെന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.